പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 8. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം ഫങ്ഷൻസ്. ഫങ്ഷൻസിൽ നാം പഠിച്ചത് ബൈജക്റ്റീവ് ഫങ്ഷൻ, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ഇൻവെർട്ടിബിൾ ഫങ്ഷൻ. ഈ മൂന്ന് തിയറി പാർട്ടുമായി ബന്ധപ്പെട്ട എക്സസൈസ് 1.2ലെ ക്വസ്റ്റ്യൻസ് 17 to 24 ഇതാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഷോ ദാറ്റ് ദ ഫങ്ഷൻ എഫ് ഫ്രം ക്യാപിറ്റൽ N to capital N given by f of x equal to 2x is 1 but not on to. 1 ആണ് എന്നും ഓൺ ടു അല്ല എന്നുമാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നാം ജനറൽ കേസ് ഉപയോഗിക്കണം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇതാണ് 1 പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ. നേരെ മറിച്ച് 1 അല്ല എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ അല്ലാത്ത രണ്ട് എലമെൻ്റ് എടുക്കുന്നു. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻ്റ് ഹാസ് സെയിം ഇമേജ് വരുന്ന രണ്ട് എലമെൻ്റ് എടുക്കുന്നു. രണ്ട് എലമെൻറ്റിന് ഒരേ ഇമേജിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. ഇങ്ങനെയാണ് 1 അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി വോൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർ എവരി വൈ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ വൈ ദർ എക്സിറ്റ്സ് എക്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഇതാണ് ജനറൽ കേസ് വോൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. ഇനി വോൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ചില എലമെൻറ്റുകൾക്ക് പ്രീ ഇമേജ് വരുന്നില്ല, ഇല്ലാത്ത ആ എലമെൻ്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൂഫിൻ്റെ ജനറൽ മെത്തേഡ്. നമുക്ക് ആദ്യമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നുള്ളത് 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അപ്പോൾ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 2y ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2y, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആൻഡ് എഫ് ഓഫ് വൈ ഈക്വൽ ടു 2y ഇംപ്ലൈസ് 2x ഈക്വൽ ടു 2y. രണ്ട് ഭാഗത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇംപ്ലൈസ് x ഈക്വൽ ടു y. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതിൻ്റെ അർത്ഥം എഫ് ഈസ് 1. ദെൻ രണ്ടാമത്തെ ഭാഗം ഓൺ ടു അല്ല എന്നതാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ മീനിങ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. എക്സ് എന്നുള്ളത് അതിൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ N ആണ്. എല്ലാ നാച്ചുറൽ നമ്പറിനെയും ഈവൺ നാച്ചുറൽ നമ്പറായിട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് ഈ ഫംഗ്ഷൻ്റെ മീനിങ്. അതുകൊണ്ട് തന്നെ 1ൻ്റെ ഇമേജ് 2 ആയിരിക്കും, 2ൻ്റെ ഇമേജ് 4 ആയിരിക്കും, 3യുടെ ഇമേജ് 6 ആയിരിക്കും. ഇതേ രീതിയിൽ അതുകൊണ്ട് തന്നെ എല്ലാ ഈവൺ നമ്പേഴ്സിനും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും, എന്നാൽ ഓഡ് നമ്പേഴ്സിന് പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. അതുകൊണ്ട് ഒരു ഓഡ് നമ്പർ നാം ക്യാപിറ്റൽ Nൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈക്വൽ ടു ആ ഓഡ് നമ്പർ വരുന്ന രീതിയിലുള്ള എക്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ 1 എന്ന എലമെൻ്റാണ് ഇവിടെ എടുക്കുന്നത്, കാരണം 1ന് പ്രീ ഇമേജ് ഇല്ല എന്നർത്ഥം. ഫോർ 1 എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ N ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി എക്സ് ഇൻ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈക്വൽ ടു 1. അതായത് എഫ് ഓഫ് എക്സ് 1 വരുന്ന രീതിയിലുള്ള ഒരു എക്സും ക്യാപിറ്റൽ Nൽ ഇല്ല. അതിൻ്റെ അർത്ഥം 1ന് പ്രീ ഇമേജ് ഇല്ല എന്ന് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് 1. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ക്യാപിറ്റൽ R ടു ക്യാപിറ്റൽ R ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈസ് ബൈജക്റ്റീവ്. നേരത്തെ 17th ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എഫ് ക്യാപിറ്റൽ N ടു ക്യാപിറ്റൽ N ആയിരുന്നു. അപ്പോഴാണ് നാം കിട്ടിയത് ഫംഗ്ഷൻ 1 ആണെന്നും ഓൺ ടു അല്ല എന്നുമാണ് പ്രൂവ് ചെയ്തത്. ഇവിടെ 1 ആണ് ഓൺ ടു ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ക്യാപിറ്റൽ R ടു ക്യാപിറ്റൽ R ആണ്. നമുക്കിവിടെ ആദ്യത്തെ പാർട്ട് നോക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x, എഫ് ഓഫ് വൈ ഈക്വൽ ടു 2y. ദാറ്റ് ഈസ് ഇംപ്ലൈസ് 2x ഈക്വൽ ടു 2y. ഡിവൈഡിങ് ബൈ 2 implies x equal to y. Therefore we can write f is 1. ഇനി ഇവിടെ നമുക്കറിയാം നേരത്തെയുള്ള വ്യത്യാസം 1 2 3 4, അതായത് ഇടയിലുള്ള നമ്പറുകൾക്കൊന്നും
പ്രീ ഇമേജ് വന്നിരുന്നില്ല. ഓഡ് നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് വന്നിരുന്നില്ല. ഇവിടെ നമുക്ക് ഒരു 2 എന്നുള്ള എക്സ് എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ x/2 എന്ന എലമെൻറ്റും ക്യാപിറ്റൽ ആറിലുണ്ടായിരിക്കും. അപ്പോൾ f(x) 2x കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പകുതിയുടെ ഫങ്ഷൻ ഉപയോഗിച്ചാൽ അതിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസിലാണ് നമ്മളിവിടെ അതേ മെത്തേഡിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫോർ എനി റിയൽ നമ്പർ y എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. ഇവിടെ രണ്ടാമത്തെ സെറ്റിലുള്ള എലമെൻ്റാണ് y എടുത്തിരിക്കുന്നത്. there exists x equal to y/2 എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. അതായത് y എന്നുള്ളത് റിയൽ നമ്പർ ആണെങ്കിൽ y/2ഉം റിയൽ നമ്പർ ആയിരിക്കും. നമുക്കിവിടെ വേണ്ടത് f(x) equal to y എന്ന് പ്രൂവ് ചെയ്താൽ ഓൺ ടു ആയിട്ട് മാറി. അതായത് f(x)ഉം y-ഉം എഫിൻ്റെ ഫങ്ഷൻ മാപ്പ് ചെയ്യുന്ന വാല്യൂ, അതായത് അതിൻ്റെ അർത്ഥം കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആകുന്നു. y എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡൊമൈൻ, f(x) എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച്. f(x)ഉം y-യും ഈക്വൽ ആണെങ്കിൽ ഫങ്ഷൻ ഓൺ ടു ആയി എന്നർത്ഥം. അപ്പോൾ ഇവിടെ സച്ച് ദാറ്റ് f(x) equal to y എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ f(x) equal to x-ന് ഇവിടെ നമ്മൾ കൊടുത്തു y/2. അപ്പോൾ f(y/2) എന്നെഴുതാം. y/2 f(y/2) എന്ന് പറഞ്ഞാൽ 2 × y/2. 2 × y/2 എന്ന് പറഞ്ഞാൽ y. ഇപ്പം നമുക്ക് കിട്ടിയത് f(x) equal to y. f(x) എന്ന കോഡൊമൈൻ, f(x) എന്ന റേഞ്ച് y എന്ന കോഡൊമൈനുമായി ഈക്വലായി. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് ഓൺ ടു. അതായത് ക്യാപിറ്റൽ ആറിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് പ്രീ ഇമേജ് ഉണ്ട് എന്ന ജനറൽ കേസാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. എല്ലാറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞാലാണ്, എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട് എന്ന് പറഞ്ഞാലാണ് ഓൺ ടു ആയിട്ട് മാറുന്നത്. ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ഏതെങ്കിലും ഇല്ലാത്ത എലമെൻ്റ് ചൂണ്ടിക്കാണിച്ച് ഇല്ല എന്ന് നാം സൂചിപ്പിക്കുന്നു. Since f is both 1 1 and on to, f is bijective. Then question number 19. Show that the function f from r star to r star given by f(x) equal to 1/x is bijective, where r star is the set of all non-zero real numbers. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. Is the result true if the domain r star here is replaced by capital N with codomain being same as r star? ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇവിടെ r star എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. f(x) 1/x ആണെങ്കിൽ 0 ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ബൈജക്റ്റീവ് ആണ് എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ അറിയാം f(x) 1/x ആണ്. അപ്പോൾ f(y) എന്ന് പറഞ്ഞാൽ 1/y ആയിരിക്കും. ഇവിടെ പ്രൂവ് ചെയ്യുന്നത് f(x) equal to f(y) implies x equal to y എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ f(x) equal to f(y). f(x)ൻ്റെ ഡെഫിനിഷൻ എഴുതുന്നു 1/x. f(y)യുടെ ഡെഫിനിഷൻ 1/y. 1/x-ഉം 1/y-യും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം x equal to y. Therefore f is 1 1. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ സ്റ്റാറിലുള്ള ഒരു എലമെൻ്റ് എടുക്കുന്നു. ഫോർ എനി y എലമെൻ്റ് ഓഫ് ആർ സ്റ്റാർ there exists x equal to 1/y element of r star such that f(x) equal to f of 1/y. x-ന് 1/y കൊടുത്തു. നമുക്കറിയാം f of 1/y എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 1/y-യുടെ റെസിപ്രോക്കൽ 1/1/y. അതിൻ്റെ അർത്ഥം ഈക്വൽ ടു y എന്ന് നമുക്ക് കിട്ടും. അതായത് f(x) equal to y. f(x)ഉം y-യും ഈക്വൽ ആക്കിയാൽ അതിൻ്റെ അർത്ഥം f is on 2. f on 2 1 1 ആണ്, on 2 ആണ്. അതുകൊണ്ട് തന്നെ f is bijective. നമുക്കിനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. Is the result true if the domain r star is replaced by n? അതായത് നമുക്കിനി പുതിയൊരു ഫംഗ്ഷൻ കൊടുക്കാം. എഫിന് പകരം g എന്ന് കൊടുക്കാം. അതായത് ക്യാപിറ്റൽ എന്നിൽ നിന്ന്
ആർ സ്റ്റാറിലേക്കുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അത് ഈ പറയുന്ന പോലെ ട്രൂ ആണോ, അതായത് ബൈജക്റ്റീവ് ആണോ എന്നതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. കൺസിഡർ ദ ഫംഗ്ഷൻ g n to r star given by g of x equal to 1/x. g of x equal to g of y, നമുക്കറിയാം g of x 1/x ആണ്. അപ്പോൾ g of y എന്ന് പറഞ്ഞാൽ 1/y ആയിരിക്കും. implies x equal to y. therefore g is 1 1. then ഇവിടെ ക്യാപിറ്റൽ n ആണ് ഇതിൻ്റെ ഡൊമൈൻ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. 1.2 അതായത് ക്യാപിറ്റൽ ആറിലുള്ള ഒരു എലമെൻറ്റ്, അത് 1.2 ആണ്. 1.2 എന്നുള്ള എലമെൻറ്റുകൾക്ക് എന്തില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രീ ഇമേജ് വരുന്നില്ല. there does not exist x element of n such that g of x equal to 1/1.2. g of x 1/1.2 വരുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റും ക്യാപിറ്റൽ ആർ സ്റ്റാറിലില്ല. അതായത് 1.2 എന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് വരുന്നില്ല എന്ന് ചുരുക്കം. therefore g is not on 2. therefore g is 1 1 but not on 2. question number 20. prove that the greatest integer function f r to r given by f of x equal to square bracket x, that is greatest integer x, is neither 1 1 nor on 2, where greatest integer x denote the greatest integer less than or equal to x. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ കാര്യം ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.2 എന്ന് പറഞ്ഞാൽ അതും 1 തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1.1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ പോയിൻ്റ് ഒഴിവാക്കുന്നു. നേരെ മറിച്ച് നെഗറ്റീവ് ആണെങ്കിൽ -1.2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ -2 ആയിട്ടാണ് മാറുന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ ആണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 1 അല്ല എന്നും ഓൺ 2 അല്ല എന്നുമാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് രണ്ട് വ്യത്യസ്ത എലമെൻ്റ് എടുത്തിട്ട് രണ്ടും ഒരേ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ 1.1ൻ്റെ ഇമേജ് 1 ആണ്, 1.2ൻ്റെ ഇമേജും 1 തന്നെയാണ്. രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജാണ് എന്ന് നാം പ്രൂവ് ചെയ്യുന്നു. എഫ് capital R to R given by f of x equal to square bracket x. f of 1.1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് 1.1 ഈക്വൽ ടു 1. ഇതേ രീതിയിൽ f of 1.2 കാണുന്നു, ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് 1.2 ഈക്വൽ ടു 1. ഇപ്പം നമുക്ക് കിട്ടിയത് f of 1.1ഉം 1 തന്നെയാണ്, f of 1.2ഉം 1 തന്നെയാണ്. ഇതേ രീതിയിൽ വേണമെന്നില്ല. നമുക്ക് വ്യത്യസ്ത എലമെൻ്റ് ഉള്ളത് ഒരെണ്ണം ഇവിടെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. എഫ് ഓഫ് 1.1 ഈക്വൽ ടു എഫ് ഓഫ് 1.2 ബട്ട് 1.1 നോട്ട് ഈക്വൽ ടു 1.2. ദർഫോർ എഫ് ഈസ് നോട്ട് 1 1. 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്കിവിടെ അറിയാം ക്യാപിറ്റൽ ആറിൽ ഡൊമൈനിൽ ഏത് എലമെൻറ്റും നമുക്ക് കൊടുക്കാം. എന്നാൽ ക്യാപിറ്റൽ ആർ എന്ന സെക്കൻഡ് സെറ്റിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് മാത്രമേ വരുള്ളൂ. കാരണം 1.2 1.3 ഇതിനെല്ലാം 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. 1.9999 വരുമ്പോഴും 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് 1.1ന് പ്രീമേജ് ഇല്ല, 1.3ക്ക് പ്രീമേജ് ഇല്ല, 1.5ന് പ്രീമേജ് ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഒരെണ്ണം നാം ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ. For 1.5 element of capital R, there does not exist x element of R such that f of x equal to 1.5. അതായത് f of x 1.5 വരുന്ന രീതിയിലുള്ള ഒരു എക്സും ക്യാപിറ്റൽ ആർ എന്ന ഡൊമൈനിൽ ഇല്ല. അതായത് എൻ്റെ അർത്ഥം 1.5ന് പ്രീ ഇമേജ് ഇല്ല. ഇല്ലാത്ത ഒരെണ്ണം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore f is not on 2. Therefore f is neither 1 1 nor on 2. Then question number 21. Show that
the modulus function f capital R to capital R given by f of x equal to mod x is neither 1 1 nor onto, where mod x is x if x is positive or 0, mod x is minus x if x is negative. mod x ന്റെ ഡെഫിനിഷൻ ആണ് ആ പറഞ്ഞത്. mod x ന്റെ വാല്യൂ f of x ന്റെ വാല്യൂ mod x ആണ് പോസിറ്റീവോ 0 വരുമ്പോൾ, mod x ന്റെ വാല്യൂ നെഗറ്റീവ് x ആണ് if x നെഗറ്റീവ് അല്ലെങ്കിൽ ലെസ് ദാൻ 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് mod x ന്റെ വാല്യൂ, അതായത് എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാലും 1 തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ എഫ് ഓഫ് +1 എന്ന് പറഞ്ഞാലും 1 തന്നെ ആയിരിക്കും. രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് ഒരേ ഇമേജ് ആണ് എന്ന് 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ നാം കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് -1 ഈക്വൽ ടു മോഡ് -1 ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് +1 ഈക്വൽ ടു മോഡ് +1 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കിട്ടിയത് f of -1 equal to f of 1. Therefore we can write f of -1 equal to f of +1 but 1 not equal to -1. Therefore f is not 1 1. 1 1 അല്ല എന്ന് കിട്ടി. ഇനി want to അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം ഏതൊരു എലമെൻ്റ് എടുത്താലും മോഡുലസ് ആയതുകൊണ്ട് പോസിറ്റീവ് എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം നെഗറ്റീവ് എലമെൻറ്റുകൾക്കൊന്നും പ്രീ ഇമേജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് എലമെൻ്റ് എടുത്ത് അതിന് പ്രീ ഇമേജ് ഇല്ല എന്ന് കാണിക്കുന്നു. ഫോർ -2 എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ, -2 വേണമെന്നില്ല, -1 ആകാം, മൈനസ് ഏത് എലമെൻറ്റും നമുക്ക് കൊടുക്കാം. -2 എലമെൻ്റ് ഓഫ് ആർ, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എക്സ് എലമെൻ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈക്വൽ ടു -2 വരുന്ന ഒരു എക്സും ക്യാപിറ്റൽ ആറിലില്ല. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -2 വരുന്ന ഒരു എക്സും ഡൊമൈനിൽ ഇല്ല. ഇതാണ് നാം പ്രൂവ് ചെയ്യുന്നത്. Therefore f is not onto. Therefore f is neither 1 1 nor onto. Then 22. Show that the signum function f capital R to capital R given by f of x equal to 1 if x greater than 0, 0 if x equal to 0, -1 if x less than 0 is neither 1 1 nor onto. നമുക്കറിയാം സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ക്യാപിറ്റൽ ആറിൽ നിന്ന് ക്യാപിറ്റൽ ആറിലേക്ക്. അപ്പോൾ അതിൻ്റെ റേഞ്ചിൽ വരുന്ന എലമെൻറ്റുകൾ നമുക്കറിയാം 1 0 -1 3 പോയിന്റുകൾക്ക് മാത്രമേ പ്രീ ഇമേജ് ഉള്ളൂ. അതായത് ഏതൊരു പോസിറ്റീവ് നമ്പറും 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, ഏതൊരു നെഗറ്റീവ് നമ്പറും -1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 0 എന്നത് 0യിലേക്കും മാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് പോസിറ്റീവ് നമ്പർ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് നമ്പർ എടുത്തിട്ട് രണ്ട് വ്യത്യസ്ത നെഗറ്റീവ് നമ്പർ എടുത്തിട്ട് -1ലേക്ക് മാപ്പ് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നാം ഇവിടെ ചെയ്യുന്നത്. എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആൻഡ് എഫ് ഓഫ് 2 ഈക്വൽ ടു 1, രണ്ടും 1ലേക്കാണ്. അതായത് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 2 ബട്ട് 1 നോട്ട് ഈക്വൽ ടു 2. Therefore f is not 1 1. ഇനി ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ 1 0 -1 അല്ലാത്ത ഒരു നമ്പർ ക്യാപിറ്റൽ ആറിൽ എടുത്ത് അതിന് പ്രീ ഇമേജ് ഇല്ല എന്ന് നാം ചൂണ്ടിക്കാണിക്കുന്നു. ഫോർ 2 എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എക്സ് എലമെൻ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 വരുന്ന ഒരു എക്സും ക്യാപിറ്റൽ ആറിലില്ല, ഡൊമൈനിൽ ഇല്ല. അതുകൊണ്ട് f is not onto. Therefore f is neither 1 1 nor onto. Then question number 23. Capital A set 1 2 3, capital B 4 5 6 7. Let f equal to set ordered pair 1 4 2 5 3 6 be a function from capital A to capital B. Show that f is 1 1. എഫ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം എയിലുള്ള എലമെൻ്റ് ഡൊമൈനിലുള്ളത് 1 2 3 1 2 3 മൂന്നിനും
ഇമേജ് ഉണ്ടായിരിക്കും, കാരണം അത് ഫങ്ഷനാണ്. നമ്മളിവിടെ ചെക്ക് ചെയ്യണത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ് ആണോ, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണോ എന്നുള്ളതാണ്. നമുക്കിവിടെ അറിയാം 1ൻ്റെ ഇമേജ് 4 ആണ്, 2ൻ്റെ ഇമേജ് 5 ആണ്, 3യുടെ ഇമേജ് 6 ആണ്. അതായത് 1, 2, 3 3 വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നാം ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം ക്യാപിറ്റൽ എ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ബിയും തന്നിട്ടുണ്ട്. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ആസ് സ്മോൾ എഫ് ഈക്വൽ ടു 1, 4, 2, 5, 3, 6. നമുക്ക് ഓരോന്നിൻ്റെയും ഇമേജ് എഴുതാം. എഫ് ഓഫ് 1 ഈക്വൽ ടു 4, എഫ് ഓഫ് 2 ഈക്വൽ ടു 5, എഫ് ഓഫ് 3 ഈക്വൽ ടു 6. അതായത് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഇൻ എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ ബി. Distinct elements of capital A under F are distinct. Therefore, F is 1, 1. Then question number 24. Let capital A and capital B be sets. Show that F A cross B to B cross A such that F of AB equal to BA is a bijection. ഇപ്പോൾ എഫ് എന്നുള്ള ഫംഗ്ഷൻ 1, 1 ആണ് എന്നും ഓൺ 2 ആണ് എന്നും പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം എ ക്രോസ് ബിയിലെ എലമെൻറ്റിൻ്റെ മോഡൽ ഓർഡേർഡ് പെയർ ആയിരിക്കും. അതാണ് എഫ് ഓഫ് എ ബി എന്ന് തന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അർത്ഥം എ ക്രോസ് ബി എന്നുള്ളതിൽ നിന്ന് ബി ക്രോസ് എയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതായത് എ ബി എന്ന എലമെൻറ്റിനെ ബി എ എന്ന എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. 1, 2 എന്ന ഓർഡേർഡ് പെയറിനെ 2, 1 എന്ന ഓർഡേർഡ് പെയറിലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ 2 എലമെൻ്റാണ് എടുക്കുന്നത്, A1 B1 A2 B2. അതായത് എഫ് ഓഫ് A1 B1 ഈക്വൽ ടു എഫ് ഓഫ് A2 B2 ഇംപ്ലൈസ് A1 B1 ഈക്വൽ ടു A2 B2 എന്ന് പ്രൂവ് ചെയ്താൽ എഫ് 1, 1 ആയിട്ട് മാറി. എഫ് എ ക്രോസ് ബി ടു ബി ക്രോസ് എ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ. ക്വസ്റ്റ്യനിൽ തന്ന കാര്യം തന്നെയാണ്. നമ്മളിവിടെ 2 എലമെൻ്റാണ് എടുക്കുന്നത്. ലെറ്റ് A1 B1 A2 B2 എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി such that f of A1 B1 ഈക്വൽ ടു എഫ് ഓഫ് A2 B2. അതിൻ്റെ അർത്ഥം എഫ് ഓഫ് A1 B1 എന്ന് പറഞ്ഞാൽ B1 A1 ആണ്, എഫ് ഓഫ് A2 B2 എന്ന് പറഞ്ഞാൽ B2 A2 ആയിരിക്കും. B1 A1 ഈക്വൽ ടു B2 A2 എന്ന് പറഞ്ഞ അർത്ഥം B1 ഈക്വൽ ടു B2 A1 ഈക്വൽ ടു A2 എന്നതാണ്. ഇംപ്ലൈസ് B1 ഈക്വൽ ടു B2 ആൻഡ് A1 ഈക്വൽ ടു A2. ഇതിൻ്റെ അർത്ഥം നമുക്ക് ആ ഓർഡർഡ് പെയർ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഇംപ്ലൈസ് A1 B1 ഈക്വൽ ടു A2 B2 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് കിട്ടിയത് എഫ് ഓഫ് A1 B1 ഈക്വൽ ടു എഫ് ഓഫ് A2 B2 എന്നതിൽ നിന്ന് തുടങ്ങി A1 B1 ഈക്വൽ ടു A2 B2 എന്നായിട്ട് മാറി. അതായത് therefore F is 1, 1. നമ്മളിനി അടുത്ത് പ്രൂവ് ചെയ്യുന്നത് ബി ക്രോസ് എയിലെ ഒരു എലമെൻ്റ് എടുത്ത് അങ്ങനെയുള്ള ഏതൊരു എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട്. അതായത് എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ വരുന്ന രീതിയിലുള്ള ഏതൊരു എലമെൻറ്റിനും പ്രീ ഇമേജ് ഉണ്ട് ബി ക്രോസ് എയിൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഫോർ ബി കോമ എ എലമെൻറ്റ് ഓഫ് ബി ക്രോസ് എ ദർ എക്സിറ്റ്സ് എ കോമ ബി എലമെൻറ്റ് ഓഫ് എ ക്രോസ് ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ. എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി എ എന്ന രൂപത്തിൽ വരുന്ന ഏതൊരു എലമെൻറ്റുമുണ്ട് എ ക്രോസ് ബിയിൽ. അതായത് ബി എ എന്ന രൂപത്തിൽ ബി ക്രോസ് എയിൽ വരുന്ന എല്ലാ എലമെൻറ്റുകൾക്കും എ ക്രോസ് ബിയിൽ പ്രീ ഇമേജ് ഉണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. therefore F is on 2. therefore F is bijective. Okay, thank you. Have a nice day.